Welcome back, dear students. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിന് പല കൺസെപ്റ്റ്സ് ആയിരുന്നു. അപ്പോൾ അയണിക് ബോണ്ടിങ്ങിലൂടെ നമ്മൾ പോയി കോവാലന്റ് ബോണ്ടിങ് പഠിച്ചു. അതിനുശേഷം ഹൈബ്രിഡൈസേഷൻ, VSEPR തിയറി ഇതെല്ലാം പഠിച്ചു. അതിനുശേഷം ഇനി വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഓക്കെ, നമുക്ക് വളരെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നുള്ളത്. ഇപ്പം അറ്റോമിക് സ്ട്രക്ചറിനകത്ത് നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിന് കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഇൻ ദിസ് സെഷൻ. The theory was put forth by H. Hunt and Mulliken in 1930 and was later modified by Leonard and Jones and Charles Coulson. Okay, so these are the founders of this molecular orbital theory. They're different approximation methods ആണ്. Okay, exact ആയിട്ട് കെമിക്കൽ ബോണ്ടിങ് ഇതുവരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എക്സാക്ട് രീതിയിൽ. അപ്പം സെവറൽ അപ്രോക്സിമേഷൻസ് ഒക്കെ എടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചാണ് എമോ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ ന്യൂക്ലിയൈ ഓഫ് ടു ആറ്റംസ് ലൈ at appropriate distance and all atomic orbitals of one atom overlap with all atomic orbitals of other atom, provided the overlapping of orbitals are of the same symmetry and of similar energy. The resulting polynuclear molecular orbitals contain all the electrons of the molecule. So ഇതാണ് നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയാവുന്ന ഒരു ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ ഒരു സമ്മറൈസ് ചെയ്ത് പറയാവുന്നത് മോളിക്കുലർ തിയറി ഓർബിറ്റൽ തിയറി എന്താണെന്നുള്ള ഒരു സമ്മറിയാണ്. നമ്മൾ സാധാരണ നമ്മൾ ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് ആണെങ്കിലും മറ്റ് നോർമൽ VB തിയറി, വാലൻസ് ബോണ്ട് തിയറി ഇതെല്ലാം പറഞ്ഞിരുന്നത് രണ്ട് ആറ്റം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡയറ്റോമിക് മോളിക്യൂൾ മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഈ നിങ്ങളുടെ ക്ലാസ്സുകളിൽ. ഡയറ്റോമിക് മോളിക്യൂൾ ദാറ്റ് ഈസ് A and B, രണ്ട് ഡയറ്റോമിക് മോളിക്യൂൾ, രണ്ട് ആറ്റംസ് എയും ബിയും കമ്പൈൻ ചെയ്ത് AB മോളിക്യൂൾ ഉണ്ടാകുന്നു. അപ്പൊ നോർമൽ കൺസെപ്റ്റ് അനുസരിച്ച് വാലൻസ് ഷെല്ലുകളാണ്, വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പൊ എയുടെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റല് ബിയുടെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ബോണ്ടിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. പക്ഷേ എമോ തിയറിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അങ്ങനെയല്ല. രണ്ട് ആറ്റംസ് എയും ബി എന്ന് പറയുന്ന രണ്ട് ആറ്റംസ് അടുത്ത് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? എയുടെ മുഴുവൻ അറ്റോമിക് ഓർബിറ്റൽസും ബിയുടെ മുഴുവൻ അറ്റോമിക് ഓർബിറ്റൽസും എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു. ഓക്കെ, എയുടെ മുഴുവൻ അറ്റോമിക് ഓർബിറ്റൽസും ബിയുടെ അറ്റോമിക് ഓർബിറ്റൽസും മുഴുവനും എല്ലാ അറ്റോമിക് ഓർബിറ്റൽസും എന്ത് ചെയ്യും? തമ്മിൽ മിക്സപ്പ് ചെയ്യും. ഓക്കെ, all the atomic orbitals of one atom overlap with all the atomic orbitals of other atom. പക്ഷേ ഓവർലാപ്പ് ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. വെറുതെ എല്ലാം തമ്മിൽ അങ്ങ് മിക്സപ്പ് ചെയ്യത്തില്ല. എങ്ങനെയാണോ മിക്സപ്പ് ചെയ്യുന്നത്? മോളിക്കുലർ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് ആർ ഓഫ് സെയിം സിമെട്രി ആൻഡ് സിമിലർ എനർജി. അപ്പോൾ ഒരേ സിമെട്രിയും ഒരേ സിമിലർ എനർജിയും ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓവർലാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പുതിയ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. അപ്പം രണ്ടാറ്റമാണ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാകുന്നെങ്കിൽ രണ്ടാറ്റത്തിന്റെ എല്ലാ അറ്റോമിക് ഓർബിറ്റൽസും എന്ത് ചെയ്യും? പരസ്പരം കമ്പൈൻ ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ അറ്റോമിക് ഓർബിറ്റൽസിന് എങ്ങനെയായിരിക്കണം? ദേ ഷുഡ് ഹാവ് സെയിം സിമെട്രി ആൻഡ് സിമിലർ എനർജി. ഓക്കെ, അതിനുശേഷം പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടായതിനു ശേഷം നമ്മുടെ ഇലക്ട്രോൺസിനെ എല്ലാം എന്ത് ചെയ്യുന്നത്? ഫില്ലപ്പ് ചെയ്യുന്നത്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിൽ ഫില്ലപ്പ് ചെയ്യും. മനസ്സിലായല്ലോ? Now let's see what are the basic postulates of MO theory. First postulate says that when nuclei of two atoms come closer to each other,
their atomic orbitals interact, leading to the formation of molecular orbitals. അപ്പോൾ atomic orbitals combine ചെയ്ത് molecular orbitals ഉണ്ടാവുന്നു. And the atomic orbitals of atoms in a molecule completely lose their identity after the formation of molecular orbitals. അപ്പം ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യത്തെ കാര്യം ഐഡന്റിറ്റി ആയിരിക്കത്തില്ല അവനുണ്ടാവുന്ന. മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നതിന് അതിന്റെ പ്രത്യേക സ്വഭാവങ്ങളെല്ലാം ഉള്ളവരായിരിക്കും. Then each molecular orbital is MO എന്ന് പറയുന്നത് molecular orbital is described by a wave function psi. Okay, ഓരോ molecular orbitalനെ എങ്ങനെയാ പറയുന്നത്? psi എന്ന് പറയും. Known as molecular orbital wave function. അപ്പം ആ ഓർബിറ്റലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്തിനകത്തുണ്ട്? ഈ ഒരു ഫംഗ്ഷനകത്ത് എംബഡഡ് ആണ്. Okay, and the MO wave function psi is such that psi square represents the probability density or electron charge density. Another important factor is that each psi is associated with a set of quantum numbers which determine the energy and shape of the molecular orbital. നമ്മൾ പിന്നെ ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അപ്പൊ ഇവരെയും നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് പറയുമ്പോഴും നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്, ഇല്ലേ? ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതുപോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റലിനും എന്തുണ്ട്? ദേ ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് which determine the energy and shape of molecular orbital. The psi is associated with a definite energy, and the total energy of the molecule is the sum of energies of the occupied molecular orbitals. Okay, adinte energy nu parayunnathu, energy of the molecule nu parayunnathu is the sum of energies of the occupied molecular orbitals. Then electrons fill the molecular orbitals in the same way as they fill the atomic orbitals following above principle, Pauli exclusion principle and Hans rule of maximum multiplicity. അപ്പം ഈ മൂന്ന് റൂൾ നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസ് ഫിൽ ചെയ്യുന്ന അതേ റൂൾസ് തന്നെയാണ് ഇവിടെ ഇത് ഫോളോ ചെയ്യുന്നത്. And each electron in MO belongs to all the nuclei present in the molecule. Okay, now and the electron moving in molecular orbital have a spin of plus half or minus half. Same നമ്മുടെ atomic orbitals fill ചെയ്യുന്ന അതേ കണ്ടീഷൻസ് എല്ലാം തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. Now ഇവിടെ molecular orbitals ഫോം ചെയ്യുന്ന മെത്തേഡാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് atomic orbitals. അപ്പം atomic orbitals കമ്പൈൻ ചെയ്ത് molecular orbitals ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ആ കോമ്പിനേഷൻ എങ്ങനെയാണ്? ലീനിയർ വേയിലാണ് നടക്കുന്നത്. That is linear combination of atomic orbit. ഇത് കുറച്ചൊരു ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് ആണ്. മാത്തമാറ്റിക്സും നന്നായിട്ട് വരുന്നതാണ്, പക്ഷെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ജസ്റ്റ് യു ഷുഡ് റിമെമ്പർ ദ ടേംസ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, MOs are formed by the combination of atomic orbitals such as wave functions, and this is called the LCAO method, that is linear combination of atomic orbital method. അഡീഷൻ ആകാം, അവിടെ സബ്ട്രാക്ഷൻ ആകാം. ഫോർ എക്സാമ്പിൾ, രണ്ട് വേവ്സ് ആണ്, രണ്ട് ആറ്റം. എ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വേവും ബി എന്ന് പറയുന്നത് വേറൊരു വേവ് ആണെന്ന് വെച്ചോ. ദാറ്റ് ഈസ് അത് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ചോ, ബിയുടെ വേവ്. അപ്പം ഇവര് തമ്മിലാണ് മെർജ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഇതിന്റെ ക്രസ്റ്റിന്റെ സ്ഥലത്താണ് ഇവിടുത്തെ ട്രഫ്, ഇതിന്റെ ക്രസ്റ്റിന്റെ സ്ഥലത്ത് ഇവിടുത്തെ ട്രഫ്. അപ്പൊ ഇതെന്താണ്? സബ്ട്രാക്ഷൻ ഓഫ് വേവ് വരും. ചിലയിടത്താണെങ്കിൽ രണ്ടിടത്തും എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഇൻഡിഫറൻസ്, അതായത് അഡീഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ വരാമെന്ന പറയുന്ന അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആയിട്ട് വരാം. ദാറ്റ് ഈസ് ബോണ്ടിങ് മോളിക്കുലർ, അഡീഷൻ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും, സബ്ട്രാക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും പറയും. ഫോർ എക്സാമ്പിൾ, psi BMO എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷനും, ആൻഡ് psi ABMO എന്ന് പറയുന്നത് പിന്നെ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ, അതായത് സബ്ട്രാക്ഷനെ ബന്ധിപ്പിച്ചതുമാണ്. ആൻഡ് ദിസ് ഇതിന് സ്റ്റെബിലിറ്റി കുറവാണ്. ഓക്കെ, ആൻഡ് psi BMO ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദ സമ്മേഷൻ ഓഫ് A wave function and a B wave function. Okay, similarly psi ABMO represents
A wave function minus B wave function. And let's see the difference between bonding and anti-bonding molecular orbital. This is very important. Okay, first of all, bonding molecular orbitals are formed by the addition, overlap of atomic orbitals, whereas anti-bonding molecular orbitals are formed by the subtraction of atomic orbitals. BMO has lower energy than the atomic orbitals from which it is formed, but ABMO has higher energy than atomic orbitals from which it is formed. And third difference is that the electron charge density in between the nuclei is high, and hence the repulsion between the nuclei is very low. This results in stabilization of the bonding molecular orbital and that favor stable bond formation. Now, electron density, electron charge density, A, B in between and the electron density അതുകൊണ്ട് ന്യൂക്ലിയൈ തമ്മിലുള്ള റിപ്പൾഷൻ കുറച്ച് നിൽക്കും. അങ്ങനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് ആന്റിബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കും. ഈ ഒരു ഷേപ്പിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പൊ ഓക്കെ, ദിസ് ഇസ് എ ആൻഡ് ബി, ദീസ് ആർ ദ ന്യൂക്ലിയൈസ്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവര് ന്യൂക്ലിയൈ തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലായിട്ടിരിക്കും. ആൻഡ് ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ദീസ് ടു ന്യൂക്ലിയൈ ഈസ് വെരി ലെസ്. It is very low, and hence repulsion between the nuclei is high, and this results in destabilization of ABMO. In other words, electrons in the ABMO oppose bond formation. So eppozhum electrons കഴിവതും BMO യിൽ നിൽക്കുകയാണെങ്കിൽ ആ മോളിക്യൂളിൽ നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് പറയാം. Okay, number of electrons in the bonding molecular orbital stabilizes the system. Okay, whereas presence of electrons in the anti-bonding molecular orbital destabilizes the molecular system. Clear aanallo? Now, there are certain conditions for the combination of atomic orbitals. നമ്മൾ already അതിന്റെ postulates-നകത്ത് പറഞ്ഞിട്ടുണ്ട്. First one എന്ന് പറയുന്നത് energies of atomic orbitals involved should not differ much from one another. അപ്പോൾ അവർ തമ്മിൽ കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ എനർജി തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടാവണം. പിന്നെയോ കമ്പൈൻ ഓൺലി ദേ ഓവർലാപ്പ് ടു എ കൺസിഡറബിൾ എക്സ്റ്റെന്റ്. ചുമ്മാ ഇങ്ങനെ തൊട്ട് തലോട്ട് നിന്നാ പോരാ, ജസ്റ്റ് രണ്ടും തമ്മിൽ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ഓവർലാപ്പിംഗ് നടത്തണം. സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഒന്നുമല്ല, നല്ല രീതിയിൽ തന്നെ പിന്നെ ഓവർലാപ്പിംഗ് നടക്കണം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് atomic orbitals should have same symmetry about the molecular axis. അപ്പോൾ നമ്മൾ സാധാരണ മോളിക്യുലർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത് Z ആക്സിസ് ആയിരിക്കും. അപ്പൊ Z ആക്സിസിൽ എങ്ങനെയായിരിക്കണം? അറ്റോമിക് ഓർബിറ്റൽ സിമെട്രിക് ആയിട്ടായിരിക്കണം നിൽക്കുന്നത്. അതായത് ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ഇത് മോളിക്യുലർ ആക്സിസ് ആണെന്ന് വെച്ചോ. ഞാൻ വരയ്ക്കുന്ന അത്ര ക്ലിയർ ആയിട്ട് വരത്തില്ല. ഇത് മോളിക്യുലർ Z ആക്സിസ് ആണെങ്കിൽ ഇവര് തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാം. ഇവിടെ എന്താണ്? സിമെട്രിക് ഓവർലാപ്പിംഗ് ആണ് വരുന്നത്. S ഓർബിറ്റൽസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സിമെട്രിക് ഓവർലാപ്പ് ആണ്. നേരെ മറിച്ച് PX PY പോലെയുള്ളവര് ഇങ്ങനെ നിൽക്കുവാണെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ പ്ലസും മൈനസും, ഇവിടെ മൈനസും പ്ലസും ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ സിമെട്രി ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, നൗ ഇനി എസ് ഓർബിറ്റലും അറ്റോമിക് ഓർബിറ്റലും, എസ് അറ്റോമിക് ഓർബിറ്റൽ സെക്കൻഡ് ആറ്റം, ഇത് ഒന്നാമത്തെ ആറ്റത്തിന്റെ എസ് ഓർബിറ്റലും രണ്ടാമത്തെ ആറ്റത്തിന്റെ എസ് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിഗ്മ മോളിക്കുലർ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. അല്ലെങ്കിൽ എസും പി ഇസഡും ആയിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോഴും സിഗ്മ എംഒ ആയിട്ടായിരിക്കും വരുന്നത്. പി ഇസഡ് എടുക്കാൻ കാരണം ഇസഡ് ആക്സിസ് ആണ് മോളിക്കുലർ ആക്സിസ് ആയിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത്. സിമിലർലി ഇത് റിവേഴ്സ് ആയിട്ട് പി ഇസഡും എസും പി ഇസഡും. നേരെ മറിച്ച് പി എക്സും പി വൈയും എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ്. മോളിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നവരാണ് എന്തൊക്കെ? പി എക്സും പി വൈയും. അതുകൊണ്ട് നമുക്ക് സൈഡ് വേസ് ഓവർലാപ്പ് നടക്കുന്നു. ദാറ്റ് റിസൾട്ട്സ് ഇൻ പൈ മോളിക്കുലർ ഓർബിറ്റൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ പൈ മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യുന്നു.
next we will see the energy level diagram of molecular orbitals. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഹൈഡ്രജന്റെ വേണ്ട നമുക്ക് ഇപ്പം ഹൈഡ്രജൻ കഴിഞ്ഞ് നമുക്ക് 2 ഇലക്ട്രോൺ ഹീലിയത്തിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഹീലിയത്തിന് നമുക്കറിയാം ഹീലിയം മോളിക്യൂൾ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ ഹീലിയം ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1s2 ആണ് അല്ലെ. 1s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ 2 ഹീലിയം ആറ്റംസ് ചേർന്നിട്ടായിരിക്കണമല്ലോ ഒരു ഹീലിയം മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് സാധാരണ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളൊരു എനർജി ലെവൽ ഡയഗ്രാം കൊടുക്കും. അതിനകത്ത് ഇത് let it be the 1s orbital of helium and this is a 1s orbital of another helium atom and this contains 2 electron and this contains 2 electron. Okay, so first of all during the formation of molecular orbital, what happens is these 2 atomic orbitals of helium atoms combines or undergo linear combination of atomic orbitals and നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് അതായത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും നമ്പർ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, എത്ര നമ്പർ അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും നമ്പർ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതില് പകുതി എന്തായിരിക്കും എന്നറിയോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ബാക്കി പകുതി എന്തായിരിക്കും എന്നറിയോ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഫോർ എക്സാമ്പിൾ 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും മറ്റേത് എന്തായിരിക്കും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആയിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ 3 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ എന്താവും 4 2 ആറ്റത്തിന്റെ ആകുമ്പോഴത്തേക്ക് 4 എണ്ണം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 4 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ 2 എണ്ണം എന്തായിരിക്കും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ബാക്കി 2 എണ്ണം ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ആയിരിക്കും. ഓക്കെ, ആ ഒരു കണക്ക് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇവരുടെ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് 1s അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 1s ഓർബിറ്റൽസ് ലൈക്ക് ഹീലിയം ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിനകത്തൊക്കെ വരുവാണെങ്കിൽ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആൻഡ് സിഗ്മ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റലും. 1s എന്ന് ഞാൻ കൊടുക്കുക, കാരണം 1s അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഈ ആന്റി ബോണ്ടിങ് എന്ന് എപ്പോഴും എഴുതുന്നതിന് പകരം നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കും. മനസ്സിലായല്ലോ, ആന്റി ബോണ്ടിങ് ആണെന്നുള്ളതിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർ ഇട്ട് കൊടുക്കുന്നത്. ദെൻ 2s അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക് ഇതുപോലെ സിഗ്മ 2s ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും then sigma star 2s ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യും. ഇതെല്ലാം s ഓർബിറ്റൽസ് ഒക്കെ ആകുമ്പോൾ സ്പെറിക്കലി സിമെട്രിക്കൽ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കും. then comes 2p ഓർബിറ്റൽ. 2p എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3 എണ്ണം ഉണ്ട് ഇല്ലേ, 2px 2py ആൻഡ് 2pz. അതിനകത്ത് z ഓർബിറ്റലിനെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ അവരെ മോളിക്കുലർ ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഒരു ടെൻഡൻസി ഇങ്ങനെ വരയ്ക്കുമ്പോൾ എപ്പോഴും ഇത് എക്സ് ആക്സിസ് എന്ന് എഴുതാനാണ് നമുക്കൊരു ടെൻഡൻസി. ബട്ട് ആക്ച്വലി ദിസ് നമ്മൾ സാധാരണ മോളിക്കുലർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇസഡ് ആക്സിസിനെയാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതാണ്. ദിസ് മേ ബി എക്സ് ആൻഡ് ദിസ് മേ ബി വൈ. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ എടുക്കുന്നത്. ആൻഡ് ഓൾവേസ് നമ്മൾ എല്ലാ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസ് ആയിരിക്കും മോളിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇസഡ് ആക്സിസ് മറ്റൊരു ആറ്റത്തിന്റെ ഇസഡ് ആക്സിസിലെ വരുന്ന ഓർബിറ്റലുമായിട്ടാണ് എന്ത് ലീനിയർ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ദാറ്റ് റിസൾട്ട്സ് ഇൻ സിഗ്മ ബോണ്ട്. ഓക്കെ, സോ 2px 2py 2pz വരുമ്പോഴത്തേക്കും 2pz വരുന്നത് അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് 2p sigma 2pz ഓർബിറ്റൽ.
പിന്നെ പി എക്സും പി വൈ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ലാറ്ററൽ ഓവർലാപ്പിംഗ് അവർക്ക് പോസിബിൾ ആകത്തുള്ളൂ. അപ്പം അവർക്ക് ലാറ്ററൽ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് അവരുടെ എനർജി എന്തായിരിക്കും? ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കും. പൈ ടു പി എക്സ് ആൻഡ് പൈ ടു പി വൈ, ആൻഡ് ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം എനർജി. ആൻഡ് ഇതിപ്പം 3 എണ്ണം ഉണ്ട്. 3 അറ്റോമിക് ഓർബിറ്റിലാണ് ഒരാറ്റത്തിന്റെ. രണ്ടാമത്തെ ആറ്റത്തിന്റെ 3 അറ്റോമിക് ഓർബിറ്റൽ വരും. അപ്പൊ ടോട്ടൽ എത്ര വരും? 6 എണ്ണം വരും. അതായത് ഇത് ഇത്രയും കൂടെ ഒരാറ്റത്തിന്റെ 3 അറ്റോമിക് ഓർബിറ്റൽ. ഇതുപോലെ മറ്റൊരു ആറ്റത്തിന്റെ 3 അറ്റോമിക് ഓർബിറ്റൽസ് വരുമ്പോൾ 3 3 + 3 6 അറ്റോമിക് ഓർബിറ്റൽസ് വരും. അപ്പൊ ഇവിടെ 2px ഉണ്ട്, 2py, 1 2 3 ആയുള്ളൂ. ഇനി എന്താ വരുന്നത്? ഇനി വരുന്നത് ആന്റി ബോണ്ടിങ് ആണ്. ദാറ്റ് ഈസ് പൈ സ്റ്റാർ 2px ആൻഡ് പൈ സ്റ്റാർ 2py. ഇവർക്കാണ് എനർജി കുറവ്. ആരെക്കാട്ടിലും? ദാറ്റ് ഈസ് സിഗ്മ സ്റ്റാർ 2pz കാട്ടിലും. സോ ഇവരുടെ ഒരു എനർജി എക്സ്പ്രഷനെ ഞാൻ ഒന്ന് ഒരു പിക്ടോറിയൽ ആയിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യാണ് താഴെ. ദാറ്റ് ഈസ് ഞാനിവിടെ കൊടുക്കാമേ. ഇതൊന്ന് തുടച്ച് മായ്ക്കട്ടെ. Okay, so we can see the energy diagram. First of all, the lowest energy is sigma 1s, then comes sigma star 1s, sigma 2s, sigma star 2s, sigma 2pz. Pi 2px and pi 2py have the same energy value. Then comes pi star 2px and pi star 2py and sigma star 2pz. അപ്പോൾ ഇവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് റെപ്രസെന്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇപ്പൊ ഇലക്ട്രോൺസ് ഫില്ലിങ്ങും നടക്കുന്നത് എങ്ങനെയാ? എനർജി. ഓക്കെ, ഇലക്ട്രോൺ ഫില്ലിങ്ങും ഇവിടെ നിന്ന് താഴെ നിന്ന് ലോവസ്റ്റ് എനർജി ലെവലിൽ നിന്ന് ക്രമേണ മുകളിലോട്ട് പോകും. ഇറ്റ് ഫോളോസ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇവിടെ പൈ 2px ആദ്യം 1 വെച്ച് സാറ്റിസ്ഫൈ ചെയ്യും. അതിനുശേഷം എന്ത് വരത്തുള്ളൂ? പെയറിംഗ് നടന്ന് 2 ആയി മാറത്തുള്ളൂ. അതുപോലെ പൈ സ്റ്റാർ 2pxനും പൈ സ്റ്റാർ 2pyയും എന്താണ്? ഡീജനറേറ്റ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഹാവിംഗ് ദ സെയിം എനർജി. അപ്പൊ ആദ്യ ഫില്ലിങ് ഒരു സിംഗിൾ ഇലക്ട്രോൺ വെച്ച് ഓക്കുപ്പൈ ചെയ്തതിന് ശേഷമാണ് ഡബ്ലി ഓക്കുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ എനർജി ട്രാൻസിഷൻ. നമ്മളപ്പോ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Now let's see the molecular energy level diagram. നമ്മൾ എനർജി ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ വരയ്ക്കേണ്ടത്. എനർജിയാണ് ഈ ആക്സിസിൽ പോകുന്നത്. ആൻഡ് ദിസ് റെപ്രസെന്റ്സ് ദ 2s അറ്റോമിക് ഓർബിറ്റൽ. എപ്പോഴും നമ്മൾ 1s കൂടെ കാണിക്കണം. ഹൈഡ്രജന്റെ ഹീലിയത്തിന്റെ കേസിൽ മാത്രം 1s ഓർബിറ്റൽ കാണിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാം 2sനകത്തോട്ട് വരുന്നതാണ്. അപ്പൊ അതിൽ നമ്മൾ മെൻഷൻ ചെയ്യാം. അപ്പൊ 2 ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ, ഇത് ആറ്റം എ, ആറ്റം എയുടെ അറ്റോമിക് ഓർബിറ്റൽ, ഇത് ബി ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റൽ. ഇത് ഞാനിപ്പോ നിങ്ങൾ നോക്കുക, ഇത് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇത് ഒരേ ലെവലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട്. ഹോമോന്യൂക്ലിയർ അതായത് H2, N2, O2 അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, ഇത് 2 ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക്, 2 ആറ്റംസ് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ അപ്പൊ അവരുടെ അറ്റോമിക് ഓർബിറ്റൽ, അതുകൊണ്ടാണ് ഇവിടെ 2s ഇത് ഒരേ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2p ഓർബിറ്റൽസ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ സിഗ്മ 2s ഹാസ് ലെസർ എനർജി ആൻഡ് ദെൻ കം സിഗ്മ സ്റ്റാർ 2s, then 2pz and pi 2px and pi 2py ഇവിടെ നിൽക്കും. then pi star 2px and pi star 2py and this is sigma 2pz. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം. അപ്പൊ ഇത് രണ്ടും കൂടെ ഇതിനെയും കൂടെ ബേസ് അല്ലെങ്കിൽ നമ്മൾ എംഒ ഡയഗ്രാം വരയ്ക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ മോളിക്കുലർ എനർജി ലെവൽ ഡയഗ്രത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, സോ thank you for watching. Have a nice day.